ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 മെയ് 3 നടന്ന ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ചോദ്യപേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 51/2024. ഈ ചോദ്യപേപ്പറിലെ മുഴുവൻ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. നമുക്ക് ആദ്യ ചോദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ക്രൂയിസ് ഷിപ്പ് ഇൻ ദ വേൾഡ്? നിലവിലെ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പൽ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ വണ്ടർ ഓഫ് ദ സീ, ഓപ്ഷൻ ബി ഐക്കൺ ഓഫ് ദ സീസ്, ഓപ്ഷൻ സി സിംഫണി ഓഫ് ദ സീസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നിലവിലെ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പലാണ് ഐക്കൺ ഓഫ് ദ സീസ്. 2024 ഈ ക്രൂയിസ് കപ്പൽ, അതായത് ഐക്കൺ ഓഫ് ദ സീസ് സർവീസ് ആരംഭിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ക്യാൻ ബി ഫൗണ്ട് ഓൺ ഹ്യൂമൻ ഹാൻഡ്സ് ആൻഡ് അതർ പാർട്സ് ഓഫ് ദ സ്കിൻസ് if hygiene is not properly maintained? ശുചിത്വം പാലിക്കുന്നില്ലെങ്കിൽ കയ്യിലും ചർമ്മത്തിലുമെല്ലാം കാണുന്ന ബാക്ടീരിയ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ക്ലോസ്ട്രീഡിയം പെർഫ്രിൻജൻസ്, ഓപ്ഷൻ ബി സാൽമോണല്ല, ഓപ്ഷൻ സി സ്റ്റെഫാലോകോക്കസ്, ഓപ്ഷൻ ഡി ആഴ്സനിക്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സ്റ്റെഫാലോകോക്കസ്. സ്റ്റെഫാലോകോക്കസ് എന്ന ബാക്ടീരിയയാണ് നമ്മൾ ശുചിത്വം പാലിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിലും ചർമ്മത്തിലുമെല്ലാം കാണപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ക്ലോസ്ട്രീഡിയം പെർഫ്രിൻജൻസ് എന്ന് വെച്ചാൽ മണ്ണിലും നമ്മുടെ കുടലിലുമെല്ലാം കാണപ്പെടുന്ന ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയ ഭക്ഷ്യവിഷബാധക്ക് കാരണമാകുന്നു. അടുത്തത് ഓപ്ഷൻ ബി സാൽമോണല്ല. സാൽമോണല്ല എന്ന ബാക്ടീരിയ നമ്മുടെ കുടലിനെ ബാധിക്കുന്നു. ഇത് സാൽമണലോസിസ് എന്ന ഭക്ഷ്യവിഷബാധക്ക് കാരണമാകുന്നു. അടുത്തത് ഓപ്ഷൻ ഡി ആർസനിക്. ആർസനിക് എന്നുള്ളത് ഒരു ബാക്ടീരിയ അല്ല, അത് ഒരു രാസവസ്തുവാണ്. ആർസനിക് എന്നത് വിഷാംശമുള്ള ഒരു ഹെവി മെറ്റൽ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഫസ്റ്റ് എയ്ഡ്? ചുവടെ നൽകിയിരിക്കുന്നതിൽ ഫസ്റ്റ് എയ്ഡിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഫെഡറിക് എസ്മാർക്ക്, ഓപ്ഷൻ ബി അഗസ്റ്റെ എസ്കോഫിയർ, ഓപ്ഷൻ സി കെമ്മൻസ് വിൽസൺ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഫെഡറിക് എസ്മാർക്ക്. ഫെഡറിക് എസ്മാർക്കാണ് ഫാദർ ഓഫ് ഫസ്റ്റ് എയ്ഡ് എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നോക്കാം. 1870 ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികർക്ക് ഉടനടി സഹായം നൽകുന്നതിനായി ഫസ്റ്റ് എയ്ഡ് ബാൻഡേജ് സമ്പ്രദായം ആരംഭിച്ചത് ഫെഡറിക് എസ്മാർക്കാണ്. ഇദ്ദേഹം തന്നെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന ആശയം രൂപീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഇദ്ദേഹം ഒരു ജർമ്മനിക്കാരനാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓപ്ഷൻ ബി അഗസ്റ്റെ എസ്കോഫിയർ. ഇദ്ദേഹമാണ് ഷെഫുകളുടെ രാജാവ്, രാജാക്കന്മാരുടെ ഷെഫ് എന്നെല്ലാം അറിയപ്പെടുന്ന ഫ്രഞ്ച് ഷെഫ്. അടുത്തത് ഓപ്ഷൻ സി കെമ്മൻസ് വിൽസൺ. കെമ്മൻസ് വിൽസൺ എന്നുള്ളത് ഒരു അമേരിക്കൻ വ്യവസായിയാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ടോട്ടൽ റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ഈസ് ഈക്വൽ ടു? മൊത്ത വരുമാനത്തിൽ നിന്ന് വിറ്റ സാധനങ്ങളുടെ വില കുറച്ചാൽ
എന്താണ് ലഭിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ നെറ്റ് പ്രോഫിറ്റ്, ഓപ്ഷൻ ബി ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്ഷൻ സി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഓപ്ഷൻ ഡി നോൺ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഗ്രോത്ത് പ്രോഫിറ്റ് അഥവാ മൊത്ത വരുമാനത്തിൽ നിന്ന് വിറ്റ സാധനങ്ങളുടെ വില കുറച്ചാൽ മൊത്ത ലാഭമാണ് ലഭിക്കുക. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നമുക്ക് നോക്കാം. മൊത്ത വരുമാനത്തിൽ നിന്ന് വിറ്റ സാധനങ്ങളുടെ നിർമ്മിക്കാൻ അല്ലെങ്കിൽ വാങ്ങാൻ നേരിട്ട് ചെലവായ തുക കുറക്കുമ്പോൾ ലഭിക്കുന്നതാണ് മൊത്ത ലാഭം. അടുത്തത് ഓപ്ഷൻ എ നെറ്റ് പ്രോഫിറ്റ് അഥവാ അറ്റ ലാഭം. മൊത്ത ലാഭത്തിൽ നിന്ന് പ്രവർത്തന ചെലവ്, നികുതി, പലിശ എന്നിവ കുറച്ച ശേഷം ലഭിക്കുന്ന ലാഭമാണ് അറ്റ ലാഭം എന്ന് പറയുന്നത്. അടുത്തത് ഓപ്ഷൻ സി പ്രവർത്തന ലാഭം അഥവാ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇത് ഇവിടെ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. പ്രവർത്തന ലാഭം എന്ന് വെച്ചാൽ നമുക്ക് പ്രവർത്തന ലാഭം കിട്ടുന്നത് നമ്മുടെ ദൈനംദിന പ്രവർത്തന ചെലവുകൾ മൊത്ത ലാഭത്തിൽ നിന്ന് കുറക്കുമ്പോഴാണ്. അടുത്തത് നോൺ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. നോൺ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അഥവാ പ്രവർത്തനേതര ലാഭം എന്ന് വെച്ചാൽ ബിസിനസ്സിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്ത മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ലാഭമാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വൈൻ മെയ്ഡ് ഔട്ട് ഓഫ് ആപ്പിൾ ഈസ് കാൾഡ്. ആപ്പിളിൽ നിന്നുണ്ടാക്കുന്ന വൈൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സൈഡർ, ഓപ്ഷൻ ബി മീഡ്, ഓപ്ഷൻ സി പെറി, ഓപ്ഷൻ ഡി ആപ്പിൾ ജാക്ക്. ഇതിൻ്റെ ആൻസറാണ് ഓപ്ഷൻ എ സൈഡർ. ആപ്പിളിൽ നിന്നുണ്ടാക്കുന്ന വൈനാണ് ഓപ്ഷൻ എ സൈഡർ. സിക്സ്ത് ക്വസ്റ്റ്യൻ, കൊറോണ ബിയർ ഈസ് ഫ്രം വിച്ച് കൺട്രി. കൊറോണ എന്ന ബിയർ ഏത് രാജ്യത്തു നിന്നുള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സൗത്ത് ആഫ്രിക്ക, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ഓസ്ട്രേലിയ, ഓപ്ഷൻ ഡി മെക്സിക്കോ. ഇതിൻ്റെ ആൻസറാണ് ഓപ്ഷൻ ഡി മെക്സിക്കോ. കൊറോണ ബിയർ മെക്സിക്കോയിൽ നിന്നുള്ളതാണ്. സെവൻത്ത് ക്വസ്റ്റ്യൻ, ബുഡ്വൈസർ ബിയർ ഈസ് ഫ്രം വിച്ച് കൺട്രി. ബുഡ്വൈസർ എന്നുള്ള ബിയർ കമ്പനി ഏത് രാജ്യത്ത് നിന്നുള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ആഫ്രിക്ക, ഓപ്ഷൻ സി UK, ഓപ്ഷൻ ഡി ജർമ്മനി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ബുഡ്വൈസർ എന്നുള്ള ബിയർ കമ്പനി അമേരിക്കയിൽ നിന്നുള്ളതാണ്. എയ്റ്റ്ത്ത് ക്വസ്റ്റ്യൻ, വൈൻ മെയ്ഡ് ഔട്ട് ഓഫ് പിയർ. പേരക്കയിൽ നിന്നുണ്ടാക്കുന്ന വൈൻ ചുവടെയുള്ളതിൽ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സൈഡർ, ഓപ്ഷൻ ബി പെറി, ഓപ്ഷൻ സി സ്ലിവോവിറ്റ്സ്, ഓപ്ഷൻ ഡി പോയിറെ വില്യം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പെറി ആണ്. പെറിയാണ് പേരക്കയിൽ നിന്നുണ്ടാക്കുന്ന വൈൻ. നയൻത്ത് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി പ്രൊഡ്യൂസസ് ദ ബെസ്റ്റ് ക്വാളിറ്റി ടൊബാക്കോ ലീവ്സ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സിഗർസ്. ചോദ്യം, ഏറ്റവും മികച്ച പുകയില നിർമ്മിക്കുന്ന രാജ്യം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി ക്യൂബ, ഓപ്ഷൻ ഡി ഇറ്റലി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ക്യൂബയാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച പുകയില നിർമ്മിക്കുന്ന രാജ്യം. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നമുക്ക് നോക്കാം. ലോകത്തിലെ നിലവിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുകയില ഉത്പാദക രാജ്യമാണ് ഇന്ത്യ. ജർമ്മനി വൈന്, ബിയർ എന്നിവയുടെ ഉത്പാദനത്തിന് പ്രസിദ്ധമാണ്. ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ പ്രധാന ചോദ്യങ്ങൾ. മറ്റൊരു ചോദ്യപേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.